പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വരികയാണ്. എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ള ക്രിസ്ത്യാനി സഹോദരങ്ങളെ, നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ പറയുന്നുണ്ട്, നിങ്ങളിതൊക്കെ കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അത് ഇപ്പോൾ ഞാൻ പറയാൻ കാരണം, ഇന്ന് സഹോദരങ്ങളെ, ഇന്ന് എല്ലാ മനുഷ്യരും ഉപദേശികളും പ്രവാചകന്മാരും എന്ന് വേണ്ട ആത്മീയരായി മാറിയിരിക്കുക. ആരാ കേൾക്കാനുള്ളത്? കേൾക്കുന്നവർ ഒരാളൊന്ന് പറയും, എവിടെ എന്ത് ആരുടെ കേൾക്കണം? ഇന്ന് നിങ്ങൾക്കറിയാം, മെർലിൻ കൊച്ചമ്മ എന്നൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ വളരെ പ്രഗത്ഭയായ ഒരു പ്രവാചകിയാണ്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, നിങ്ങൾ പറയേണ്ട കാര്യം മനുഷ്യരെ പറഞ്ഞു മനസ്സിലാക്കിയ പോലെ കഥ പറയേണ്ട കാര്യമില്ലല്ലോ. നൊയമ്പും ഉപവാസവും, അത് ഞാൻ പറയുന്നത് ദൈവം പറഞ്ഞത് ഒന്നും അല്ല. ഇവർ പറയുന്നത് നമ്മുടെ പൂർവികർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പൂർവികർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പൂർവികരും മനുഷ്യരായിരുന്നു. ദൈവം പറഞ്ഞ കാര്യമാണ് നമ്മൾ കേട്ട് അനുസരിച്ച് ജീവിക്കേണ്ടത്. ഞാൻ പറയുന്നു, നൊയമ്പും ഉപവാസവും. നൊയമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ ഉപേക്ഷിക്കാനുള്ള മനസ്സിനെ നമ്മൾ പരിപാകപ്പെടുത്തിയെടുക്കുകയാണ് നൊയമ്പ് കാലത്ത്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആഹാരങ്ങൾ, ഇഷ്ടമുള്ള ആഹാരങ്ങൾ വേണ്ടാന്ന് വെക്കുക നൊയമ്പ് മൂലം. അതുകൊണ്ട് പല ഉപകാരമുണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രയോജനം നൊയമ്പ് കൊണ്ടുണ്ട്. നമുക്ക് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാകുന്നുണ്ട്. ഉപവാസം എന്ന് പറഞ്ഞാൽ, ഉപവാസം നമ്മളെ സാത്താനിൽ നിന്ന് ജയിക്കാനായിട്ട്. ഉപവാസം എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എപ്പോഴും ആത്മീയ ചിന്ത മാത്രം. ഉപവാസം, പ്രാർത്ഥനയും ആഹാരം പോലും ഉപേക്ഷിച്ച് ഇരിക്കുക. അവിടെ നിന്ന് ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, അവനെ സ്തുതിക്കുക, ചെയ്തു തന്ന നന്മകൾക്ക് അവനെ സ്തുതിക്കുക. ഈ ഉപവാസമൊക്കെ നമ്മൾ ചെയ്യുന്ന അതാണ്. അപ്പോൾ നമുക്ക് വേറെ ചിന്തയൊന്നും മനസ്സിൽ വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നാണ് നന്മയും തിന്മയും എല്ലാം പുറപ്പെടുന്നത്. മനസ്സ് ശുദ്ധമാകുകയാണ് നമ്മൾ ഉപവാസം എടുക്കുമ്പോൾ. അപ്പോൾ അവിടെ വേറൊരു ചിന്തയും അവിടെ വരുന്നില്ല. ഒരുത്തർക്ക് ദോഷം ചെയ്യാനുള്ള മനസ്ഥിതി അവിടെ ഒന്നും പുറപ്പെടുന്നില്ല. അതുകൊണ്ടാണ് പ്രലോഭനങ്ങളിൽ പോലും വീണില്ല. അതാണ് ദൈവം മരുഭൂമിയിൽ ഉപവസിച്ചപ്പോൾ സാത്താൻ പ്രലോഭനങ്ങൾ കൊടുത്തു. ദൈവത്തിൻ്റെ മുൻപിൽ അത് വിലപ്പെട്ടില്ല. നമ്മൾ പ്രലോഭനങ്ങൾക്ക് പോലും അടിമപ്പെടത്തില്ല. ഉപവാസം എടുക്കുമ്പോൾ എത്ര വലിയ കാര്യം നമ്മുടെ മുൻപിൽ വെച്ച് നിർത്തിയാലും നമ്മളത് വേണ്ടാന്ന് വെക്കും. ഉപവാസം ഇത് പ്രലോഭനം തരുന്നത് സാത്താനാണ്. ഇന്നത്തെ മനുഷ്യരും പ്രലോഭനങ്ങൾ തരുന്നുണ്ട്. അവരും സാത്താൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഇന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, രാഷ്ട്രീയക്കാരും മതങ്ങളും എല്ലാം ഒരേ പാതയിൽ നടക്കുന്നവരാണ്. അവർ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. കാരണം രണ്ട് കൂട്ടരും കള്ളന്മാരാണ്. രാഷ്ട്രീയക്കാർക്ക് അവരുടെ കയ്യിലുള്ള വരുമാനം അത് തന്നെയല്ല. ഞങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ വോട്ട് വേണം, അതിന് മതങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ മതത്തിൻ്റെ പുറകെ പോകും. മതത്തിൻ്റെ പുറകെ പോകുമ്പോൾ മതങ്ങൾ അവരുടെ പുറകെ ചെല്ലും. എന്തിന്? ഞങ്ങളുടെ കയ്യിലുള്ള കാശിൻ്റെ കള്ളക്കണക്ക് ഗവൺമെൻറ്
ചോദിക്കരുത്. ഈ രണ്ട് കൂട്ടരും അത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വേറൊന്നുമില്ല, നിങ്ങൾ എന്ത് വേണം ചെയ്തോ. ഇന്നത്തെ വീഡിയോ കണ്ടാണ് നമ്മുടെ ആശാ വർക്കേഴ്സ് സമരം ചെയ്യുന്നു. എന്തുമാകട്ടെ, ആശാ വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ ആർക്കാണ് ഇപ്പോൾ വലിയ ആകാംക്ഷ ഉള്ളത്? ഈ രാഷ്ട്രീയക്കാരൊക്കെ വന്നും ഈ പടം പൊഴിക്കാൻ പാമ്പ് വെയിലത്ത് പോയി കിടക്കുമെന്ന് പറഞ്ഞു ഇവിടെ വന്നിരുന്ന് പറഞ്ഞിട്ട് പോയുള്ളൂ. അതുപോലെയുള്ളൂ, അല്ല ഒന്നുമില്ല. അവർ സമരം ചെയ്ത് അവരതിന് തീരുമാനമെടുക്കണം. നമ്മുടെ ആരോഗ്യമന്ത്രി പറയാമെന്ന് മറ്റവർ പറഞ്ഞു ഇന്നത് തരാമെന്ന് പറഞ്ഞൊന്നും നിങ്ങൾ പുറകോട്ട് പോകരുത്. കാരണം ആരോഗ്യമന്ത്രി പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടത്തി കൊടുത്തിട്ടുണ്ടോ? ഇവരുടെ വാക്കുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇവരുടെ ഈ 9 വർഷത്തെ ഭരണത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അതൊന്നും ഇപ്പോൾ പറയാനൊക്കുന്നില്ല, വേണ്ട. ഈ ആശാ വർക്കർമാരുടെ സമരത്തിനിടയിൽ അവിടുത്തെ ഒരു അനിതാകുമാരിയാണെന്ന് തോന്നുന്നു, സ്ത്രീക്ക് ഒരു ജപ്തി നോട്ടീസ് വന്നു. അവരുടെ വീട് ജപ്തി ചെയ്യുന്നു. ഇത് മാധ്യമങ്ങൾ വന്നു, ടെലിവിഷൻ ചാനൽ വരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ കള്ളൻ കാതോലിക്ക കൊലപാതക കേസിലെ 1-ാം പ്രതി കട്ടും മോട്ടിച്ചും സ്വത്തുണ്ടാക്കാനായിട്ട് സഹോദരങ്ങളെപ്പോലും മറന്ന് ഈ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, തൻ്റെ സഹോദരനെതിരായിട്ടൊന്നും പ്രവർത്തിക്കരുത് എന്നൊക്കെ പറയുന്നത്. നിനക്ക് എന്തൊക്കെ ഒരു നേരത്തെ ആഹാരമില്ലെങ്കിൽ അത് കൊടുക്കുന്നത് നീ എനിക്ക് തരുന്ന വിധത്തിലാണെന്ന് ദൈവം പറഞ്ഞ സ്ഥാനത്ത് ഈ കള്ളം കാതോലിക്ക അവൻ യാക്കോബക്കാരാരാ? അവരും നമ്മുടെ സഹോദരങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അവരുടെ പള്ളി പിടിക്കാൻ പോകുന്നു, അവരെ ചീത്ത വിളിക്കുന്നു. ഇപ്പം അതിൻ്റെ കഥ പോട്ടെ. കാതോലിക്ക കണ്ടു ഈ സ്ത്രീയുടെ വീട് ജപ്തിയാൻ പോകുന്നു പേപ്പറിൽ വന്നത്. ഉടനെ തന്നെ പ്രഖ്യാപനം, ഓർത്തോ സഭ അതിന് വേണ്ടുന്ന നടപടിയെടുത്ത് അതിന് വേണ്ടുന്ന ചെയ്യുമെന്നും പറഞ്ഞ്. അപ്പോൾ ഏഷ്യാനെറ്റുകാർ കയറി ചോദിച്ചു. അവർ പോയി ചോദിക്കുന്ന കാര്യമുണ്ടല്ലോ. ഉടനെ പറഞ്ഞു അവർ കഷ്ടപ്പെടുന്ന ജനങ്ങളെ സഹായിക്കാനായിട്ട് ഒരുപാട് പേര് പറഞ്ഞു. അവരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടായിരിക്കും. എന്തുകൊടുക്കാനാ? നിൻ്റെ കാശില്ലയോ കള്ളനെ? നിൻ്റെ കയ്യിൽ 3 വണ്ടി, ഈ ഓർത്തോ സഭയുടെ തലപ്പത്തിരിക്കുന്ന കള്ളൻ, നിൻ്റെ കയ്യിൽ 3 വണ്ടി, ഇപ്പോഴും പുതിയ വണ്ടി മേടിച്ചു. കല്യാണത്തിന് നീ കേരളത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവരും അവർ കല്യാണം കഴിക്കുന്നതിന് അവർക്ക് കൊടുക്കുന്ന ഇത് സ്വീകരിക്കാതെ എറണാകുളത്ത് ചെല്ലണം. അല്ലാതെ ഏത് ഇടവകയില്ല, ആ ഇടവകയിലോട്ട് ഇത്രായിരം രൂപ ആ ആളിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അവർ കൊടുക്കത്തില്ല. ഇതെല്ലാം ഒരു പ്രഹസനം, പബ്ലിസിറ്റി. ഞങ്ങളുടെ സഭ കൊടുത്തു, ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞ്. അല്ല, ഒന്നുമല്ല. ഞാൻ പറയാം, ഓർത്തോ സഭയിലെ കള്ളത്തരം ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു ഓർത്തോ സഭയിലെ ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്നുവെങ്കിൽ ആ ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്ന പെണ്ണ് 60 കിലോമീറ്റർ അകലെ നിന്നുള്ളവളായിരിക്കും. അവൾ ഈ ചെറുക്കൻ്റെ ഭദ്രാസനത്തിൽ കൗൺസിലിങ്ങിന് വരണം. വന്നാൽ പോരാ, 500 രൂപ അവിടെ കെട്ടിവെക്കണം. ഈ കൗൺസിലിങ് എന്തുവാ? അവിടെ നിങ്ങൾ കൗൺസിലിങ് ചെയ്യുന്നത്? ഞാൻ പേപ്പറിലുമൊക്കെ കാണുന്നത് സ്കൂൾ കുട്ടികളെ, ചില പെൺകുട്ടികളെ കൗൺസിലിങ് ചെയ്തപ്പോൾ അവരെ പീഡിപ്പിച്ചെന്നുള്ള വിവരം പുറത്ത് വന്നത്. എന്തുവാ ഈ പെണ്ണിനെ, ഈ മണവാട്ടി പെണ്ണിനെ കൗൺസിലിങ് ചെയ്ത് എന്തോ അറിയാനാ? അവിടെ നേരത്തെ പോയിട്ടുണ്ടെന്നോ? അതോ സ്റ്റെഫിയുടെ കന്യാചർമ്മം പോയതുപോലെ നിൻ്റെ പോയതാണെന്നോ? അല്ലെങ്കിൽ ഞാൻ മാറ്റിത്തരാമെന്നോ? നീ ഇത് അല്ലെ ഭർത്താവിനോട് പറയരുതെന്ന് പറയുന്നതാണോ? എന്തുവാ നിൻ്റെ കൗൺസിലിങ്? നിൻ്റെയൊക്കെ ഓട്ടോ സഭയിലെ കൊണ്ടുതാഴിക ഈ കാതോലിക്ക
കോടികളുടെ സ്വത്ത് സ്വന്തം പേരിലുണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും 10 പൈസ നീ പറഞ്ഞ വാക്ക്, നിന്റെ കാശില്ലയോ? സഭയുടെ കാശില്ലയോ? അവിടെ 2.5 ലക്ഷം രൂപ കൊടുക്കുന്നത് നിനക്ക് വലിയ പ്രയാസമാണോ? നീ എൻ്റെ ഒരു കൽപ്പന, നിനക്കൊക്കെ അറിയുമല്ലോ കൽപ്പന ഇറക്കാൻ. ഒരു കൽപ്പന ഇറക്കാൻ നമുക്ക് ഇത്ര ലക്ഷം രൂപ വേണം. നിങ്ങൾ സ്ത്രീ സമാജം ഓർത്തോ സഭയിലെ പെണ്ണുങ്ങളെയെല്ലാം മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ സമ്മേളനം നടത്തുന്നതിന് ആ സമയത്ത് ഏതോ ഒരു ആവശ്യത്തിന് എത്രയോ കോടി രൂപ വേണം. ആ പെണ്ണുങ്ങളെ കൊണ്ട് നിങ്ങൾ ഭരിപ്പിച്ചല്ലോ. അത് സഭയിലെല്ലാവരും പറഞ്ഞോ? ഇല്ല. നിങ്ങൾ സ്വന്തമായിട്ട് പിരിവ് നടത്തുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങളുടെ ഇത്രയും പള്ളികളുണ്ട്, അവിടെ ഒരു കത്തയക്കുക. നിങ്ങൾക്ക് 2.25 ലക്ഷം അല്ല, കുളം പിടിക്കാത്ത പോലെ നിനക്ക് കാർ മേടിക്കാം, 3 കാർ സ്വന്തമായിട്ട് കൈവയ്ക്കാം. ഇപ്പം കോടികളുടെ കാർ മേടിച്ച് തൂക്കാമെങ്കിൽ നിനക്ക് 2.25 ലക്ഷം രൂപ എടുക്കാൻ പ്രയാസമാണോ? കൊടുക്കടാ അങ്ങോട്ടെ നാറി. നിന്നെയൊക്കെ ന്യായീകരിക്കാനായിട്ട് പിറവം തോമസനോ ഒരുത്തനും ഇറങ്ങിയിട്ടുണ്ട് സഭ ഇപ്പം കേസ് നടത്തുന്നതിനെ കുറിച്ച്. എന്തോ യാക്കോബക്കാർ വേറെ ജാതിയാണോ? നിങ്ങളുടെ സമൂഹം നിൻ്റെ കൂട്ടത്തിൽ നിന്നുള്ളതാണോ? അല്ലല്ലോ, അവർ വേറെ. യാക്കോബ ഓർത്തഡോക്സ് 2 വിഭാഗങ്ങളാ. അവരുടെ വിഭാഗത്ത് അവർക്ക് ആദരിക്കാൻ വേണമെന്ന് പറഞ്ഞാൽ നീ ആരോ കൊടുക്കാനായിട്ട്? ഓർത്തോ സഭയിൽ മെത്രാനെ വാഴ്ചത് ആരാദ്യം? പരമനത്തിനുമേനി ആരാ മെത്രാനായി വാഴ്ചത്? ഇന്ന് തോമസ് അച്ഛൻ പറഞ്ഞു, തോമസ് സ്ഥാപിച്ച സഭയാണ് ഓർത്തോ സഭ എന്ന്. ഏത് കാലത്ത്? നിങ്ങൾ പറയുന്നല്ലോ 1934 ഭരണഘടനയെന്ന്. അതിൻ്റെ റെക്കോർഡുണ്ടെന്ന് പറയുന്നു. അതും നിങ്ങൾ പുറത്ത് കാണിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് തോമസ് അച്ഛൻ പറഞ്ഞു, ഏതോ ഒരു കാര്യം ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞു, അത് ഇങ്ങനെയാണ്. പക്ഷെ അതിന് റെക്കോർഡൊന്നുമില്ല. പക്ഷെങ്കിൽ തോമസ് അച്ഛൻ പറയുന്നത് തോമസ് സ്ഥാപിച്ച സഭയാണ് ഓർത്തോ സഭ എന്ന്. എവിടെ റെക്കോർഡ്? നിങ്ങളുടെ ഒറ്റോണയുണ്ടെങ്കിൽ കാണിച്ച് ലോകത്തെ കാണിക്കേ. അതാ പിന്നെ പാത്രികേസ് വരത്തില്ലല്ലോ. തോമസ് ആരാ? ദൈവത്തിൻ്റെ ശിഷ്യൻ, അപ്പോസ്തലൻ. ഒരു അപ്പോസ്തലൻ സ്ഥാപിച്ച സഭയ്ക്കെതിരായിട്ട് ഒരു പാത്രികേസ് പിന്നെ ഉണ്ടായത്. അവർ വരുമോ? നിങ്ങളൊക്കെ ഓർത്തഡോക്സ് സഭയെപ്പോലും കള്ളവും കാപട്യം നിറഞ്ഞ ഒരു സഭ ലോകത്തിലില്ല. ഞാനിത് കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്ക് പ്രവാചകന്മാരിപ്പോൾ ഇനിയിപ്പോൾ ഒരുപാടുണ്ടാവും. പ്രവാചകന്മാർ കണ്ടാസ്വദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അവിടെ ഇരിക്കും. നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല മക്കളെ. ഇന്ന് ഞാൻ ഒന്ന് പറഞ്ഞു. പഴയ നിയമത്തിൽ ഹന്ന പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഏലി യെരൂശലേം ദേവാലയത്തിൻ്റെ വാതിക്കലിരിക്കുന്നതാണ് കണ്ടത്. ആ സ്ഥിതി ഇവിടെ വരും. ഈ കൊച്ചു കേരളത്തിൽ, വെളിയിലൊക്കെ ബാറും ഹോട്ടലൊക്കെ ആയിക്കഴിഞ്ഞു പള്ളികൾ. ഈ കൊച്ചു കേരളത്തിൽ പുരോഹിതന്മാർ, പള്ളിയിൽ വിശ്വാസമില്ലാതെ പുരോഹിതന്മാർ വാതിക്കലിരിക്കുന്ന സ്ഥിതി വരും. നിങ്ങൾ കണ്ടോ? എൻ്റെ വാക്കിന് വ്യത്യാസമുണ്ടെങ്കിൽ ഞാൻ ജീവനോടുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കും, ഇത് ഞാൻ പറഞ്ഞതാണോ എന്ന്. ഇനി ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല.